നമസ്കാരം. കശ്മീരിൽ ഇന്ത്യൻ സൈന്യം നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്ന പേരിൽ ദേശീയ മാധ്യമമായ ദ കാരവാൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പിൻവലിക്കണമെന്നുള്ള ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. സൈന്യത്തെക്കുറിച്ച് പരാമർശിക്കുന്ന റിപ്പോർട്ട് 24 മണിക്കൂറിനകം പിൻവലിക്കണമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നോട്ടീസിലെ നിർദ്ദേശം. ഈ റിപ്പോർട്ട് വെബ്സൈറ്റിൽ നിന്ന് പിൻവലിക്കണമെന്നും ഇതിനോടകം തന്നെ അച്ചടിച്ച് പുറത്തിറക്കിയ പതിപ്പുകൾ തിരികെ വിളിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട്. IT നിയമം 2023 69A വകുപ്പ് പ്രകാരമുള്ള നോട്ടീസ് ലഭിച്ചതായി കാരവാൻ എന്ന മാധ്യമം അറിയിക്കുന്നുമുണ്ട്. കേന്ദ്ര സർക്കാർ നടപടിയെ നിയമപരമായി തന്നെ തങ്ങൾ നേരിടുമെന്നാണ് നിലവിൽ കാരവാൻ പറയുന്നത്. ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ പതിപ്പിലാണ് സ്ക്രീംസ് ഫ്രം ദ ആർമി പോസ്റ്റ് അഥവാ ആർമി പോസ്റ്റിൽ നിന്നുള്ള നിലവിളി എന്ന പേരിൽ ജതീന്ദർ കൗർ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. 2023 ഡിസംബർ 22 അജ്ഞാതരായ സൈനികർ 3 സാധാരണക്കാരെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു സംഭവത്തെ, അല്ലെങ്കിൽ ഇപ്പോഴും വിവാദമായി നിൽക്കുന്ന, ഇപ്പോഴും അതിന്മേൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഈ റിപ്പോർട്ട്. സൈന്യത്തിന്റെ കസ്റ്റഡിയിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നും ക്രൂരമായ പീഡനങ്ങൾ ഇവർ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുമൊക്കെ ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇവർ ഈ റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ സംഭവത്തെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നത്. അതേസമയം തന്നെ പൂഞ്ചിൽ കൊല്ലപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് സൈന്യം 10 ലക്ഷം രൂപ നൽകി എന്നുകൂടി ഈ ദി കാരവാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിന്റെ നിയമ നൂലാമാലകൾ നിരവധിയാണ്. അതറിയാതെയല്ല ദി കാരവാൻ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. എന്തായാലും സൈന്യത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വളരെ സെൻസിറ്റീവായ ഈ ഒരു റിപ്പോർട്ടിന് മേൽ ദേശീയ തലത്തിൽ ഉൾപ്പെടെ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.